Hi dears, Assalamualaikum, welcome back. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഈ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ, അത് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനും തക്കാളിയും ഉപ്പും മാത്രമാണ്, അത് മാത്രം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നല്ല ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് കുക്കാവുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഒരു വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഈ ചിക്കനിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളം മാത്രം മതി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ വൈറ്റ് കളറിലുള്ള ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അത് വേവാനുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി വരും. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കാവുകയും വേണം, അതുപോലെ അതിലെ വെള്ളമൊക്കെ വറ്റി വരികയും വേണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് തന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ, രണ്ടും കൂടെ. പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അത്രയും സവാള എടുക്കുക കേട്ടോ, എന്നാലും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ആ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതി കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സവാള നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി കൂടെ വരാനുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടങ്ങ് വറ്റി വരട്ടെ. ഇപ്പോൾ ഇതേ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് കമ്പൈൻ ആകുന്ന രീതിയിൽ 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനും ഫ്ലേവറിനും അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്